മോനെ ഇത് കൊള്ളാടെ ഈ ഒരു മൊമെന്റ് കൊള്ളാം. കറക്റ്റ് ലൈറ്റ് ഞങ്ങൾ പറയാ കുറച്ച് മുമ്പ് ഞങ്ങൾ അകത്തോട്ട് പോയി. അല്ല ആ ഒരു വിഷ്വൽ കാണിക്കാം നിങ്ങളെ. എന്തായാലും അത് കാണിച്ചാ നമ്മളിപ്പോ പറയണ്ടല്ലോ. വീഡിയോ ഉള്ളല്ലേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ അപ്ഡേറ്റ്സ്. അതെ, പുതിയ അപ്ഡേറ്റ്സുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, കാണാത്തത് കിട്ടുന്നില്ല ബ്രോ. കിട്ടില്ല. നമ്മൾ ഈ വഴിക്കല്ല, അത് ക്ലോസ് ആണ്. തൊട്ടപ്പുറത്തായിരുന്നു. ഇത് തന്നെയാണോ അതല്ലേ? ബട്ട് അത് നമ്മള് ഇത് അല്ല, അപ്പുറത്ത് തന്നെയാണ്. ഇവിടെയാണ് ഇത് തന്നെയായിരുന്നു. ഒറ്റക്ക് വഴി വിട്ട് വന്നടാ. ഞങ്ങളുടെ പാലത്തിലോട്ട് കയറി, പാലത്തിലെത്തി. എൻ്റെ അച്ഛന്മാരോട് നടക്കുന്നു. വെള്ളമുണ്ട്, സൂക്ഷിക്കുക. ഒന്ന് കാണണല്ലോ അളിയാ, നമ്മളെ കണ്ടോ? കാണാൻ പറ്റും. അതെ, അന്നേരം ഒരു കാണുള്ളൂ. ഒന്നും കാണുള്ളൂ അളിയാ. ശോകാണ് ബ്രോ. ഒന്ന് വെട്ടടിച്ച് നോക്കിയാലും ഇല്ലല്ലേ, നടപടി ഇല്ലല്ലേ. എന്താണ് ഫ്രണ്ട് ക്യാമറ ആണ് കിട്ടണത്? ആ അല്ല ഉണ്ട്. ഞാൻ ഫ്രണ്ട് ക്യാമറ അല്ലാണോ? എന്താ കാലും കാണുള്ളത്? ചേടാ അതെന്ത് ശോകാണത്? വെട്ടാൻ പോയതാണോ ഇല്ലാത്ത പോയതാണോ? അത് ഒരു ഐഡിയ ഇല്ല. ഒരുപാട് അകത്തേക്ക് പോകണ്ടാണ്, റിസ്ക്കാണ്. ഇവിടുന്ന് ഇതിന്റെ അകത്തേക്ക് വീണ്ടും പോയി റിസ്ക് ആണ്. അത് റിസ്ക് ആണ്. ഈ സംഭവത്തെ ആന കണ്ടിരിക്കാനാണല്ലേ അല്ലേ? ഐഡിയ ഇല്ല. ഞങ്ങളിപ്പോ നമ്മള് നിൽക്കുന്ന മലയാറ്റൂര് പ്ലേസ് ആണ്. മലയാറ്റൂര് പ്ലേസ് ഉണ്ട് ഇവിടെ. നമ്മള് അടിവാരത്തേട്ട് പോണേന് മുമ്പ് പോണേന് മുമ്പ്, അടിവാരം എത്തുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ നക്ഷത്ര തടാകത്തിന്റെ അവിടുന്ന് കേറി നമ്മള് പറയുകയാണെങ്കിൽ ആ ഒരു മച്ചാനെ കറക്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വഴി റൈറ്റിലോട്ടല്ലേ, ആ മുകളിലെത്തുന്നതിന് മുമ്പ് റൈറ്റിലോട്ട് ഒരു കനാല് പോകുന്നുണ്ട് താഴ്വാരത്തെത്തിയിട്ട്. ആ ഒരു പയ്യെ നൈസായിട്ട് നിങ്ങൾ നൈറ്റ് ഒരു ഞങ്ങൾ പറയാം, ഞങ്ങളിപ്പോ വന്നേക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 4 മണി കഴിഞ്ഞ് 4:30 5 മണിക്ക് ആവാറുണ്ട്. അതൊരു വേറൊരു മൂഡാണ്. എല്ലാവരും അത് പിടിക്കുമല്ലെന്ന് അറിയില്ല. ഞങ്ങളുടെ മച്ചാൻ അരുൺ ബ്രോയും ഞാനാണ് വന്നേക്കണേ. എൻ്റെ ഒരു ഷാറൂഖ് എന്നാണ്, ക്യാമറ എടുക്കുന്നത് അരുൺ ബ്രോ ആണ്. അപ്പൊ ഞങ്ങളൊരു കണക്ഷൻ ഉണ്ട്. അതിപ്പോ പറയണോ? പറഞ്ഞോ, അറിയട്ടെ. ഞങ്ങള് തമ്മിലുള്ള കണക്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങള് പണ്ട് ഇങ്ങനെ ജിമ്മിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ ഞാൻ പോയപ്പോ ഈ മച്ചാനെ കാണാം. മച്ചാൻ അന്യായ മൂഡ് ഹെഡ്സെറ്റ് മറ്റേ എയർപോർട്ട്സ് ഒക്കെ വെച്ചിട്ട് അന്യായ വർക്കൗട്ട്, മുടിയൊക്കെ വളർത്തിയിട്ട്. ഏത് മച്ച കൊള്ളാലോ മച്ചാനെ. ഞാൻ എങ്ങനെ ആവാന്ന് ചോദിക്കാൻ പുള്ളി കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ മച്ചാനെ കാണാൻ കുറെ നാൾക്ക് ശേഷം മലയാറ്റൂര് മച്ചാൻ അടിച്ചിട്ട് സെയിം സംഭവത്തിൽ ഒരു സൈക്കിളൊക്കെ ഓടിച്ച് നിൽക്കാണ്. പിന്നെ അങ്ങനെ അത് കണക്ട് ആയി. പിന്നെ മെയിൻലി നമ്മള് മൂവീസ് ആയിട്ട് കണക്ട് ആയതല്ലേ, ഫിലിംസ് പരിപാടികളായിട്ട് ഞങ്ങളുടെ പരിപാടി സെയിം ആയിരുന്നു. അപ്പൊ ഞങ്ങള് മച്ചാനൊരു പരിപാടി സജസ്റ്റ് ചെയ്യും, ഞാൻ അങ്ങോട്ടും കൊടുക്കും. അങ്ങനെ കുറെ ഫിലിംസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ മെയിൻ പരിപാടി വെച്ചാൽ എന്നെ മച്ചാൻ കുറച്ചുകൂടി ഒന്ന് ഓണാക്കി തന്നു. ഞാൻ കുറച്ച് പേടിയുള്ള ആളായിരുന്നു പണ്ടൊക്കെ. ഇരുട്ടിനോട് പേടിയുള്ള ആളായിരുന്നു. ഇരുട്ടിനോടുള്ള പേടി ഒന്ന് കുറഞ്ഞു. ഇപ്പൊ 90% പേടി ഇല്ല, കുറഞ്ഞിട്ടുണ്ട്. മച്ചാനെ എന്തോ തോന്നണേ? പിന്നല്ല ഓൺ. ഞങ്ങളപ്പോ അങ്ങനെ ഫസ്റ്റ് നമ്മള് പോയത് എവിടെയാണ്? രാത്രി നമ്മള് എവിടെ ഫസ്റ്റ് പോയാ മച്ചാനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയത്? നമ്മള് കുറെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നണ ഇവിടെയാണ് നമ്മുടെ അന്ന് കാലടിന്ന് നമ്മൾ അകത്തിട്ട് എറിപ്പോയില്ലേ, അതാണോ ഫസ്റ്റ് പോയത്? നമ്മള് പോയിട്ടുണ്ട്. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങള് മെയിൻ ആയിട്ട് രാത്രി അല്ല പെട്ടമല ആ പരിപാടി പോയിട്ടുള്ള നമ്മളെ പടത്തിന്റെ പരിപാടി. ഇപ്പൊ ഷാറൂഖിന് കിട്ടിയത് അങ്ങനെയാണ്. ഞാനൊരു ചെറിയൊരു പിന്നെ പറയാം ഒരു സംഭവം എന്തായാലും വരും. അപ്പോ നമ്മള് അങ്ങനെയാണ് ഒരു ഇഷ്ടപ്പെട്ട എനിക്ക് തുടങ്ങിയത്. കൊള്ളാം, മൂഡ് കൊള്ളാം. മച്ചാന്റെ അടുത്ത് പണ്ടൊട്ട് പറയാൻ ഇവിടെ ആതിരപ്പള്ളി ഒരു പ്ലേസ് ഉണ്ട്, പക്ഷെ എനിക്കൊരു പേടിയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങളുടെ മെയിൻ പരിപാടി ഹോബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രി ഞങ്ങളിങ്ങനെ ഇറങ്ങും. അതെ, രാത്രിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ പേടിക്കണ്ട? ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ ഉള്ളതും പകലുള്ളതും രാത്രി ഉള്ളതും ഒക്കെ സെയിമാണ്. എല്ലാവരും പറഞ്ഞു കൊടുത്ത ഓരോ കഥകൾ കൊണ്ടും നമ്മുടെ ബ്രെയിൻ കൺസീവ് ചെയ്യുന്ന ഒരു രീതിക്കുള്ള മാറ്റമുള്ളത് അല്ലേ? എനിക്കാ തോന്നുന്നു.
ഞങ്ങളപ്പോ ഇപ്പൊ നിലവിൽ ഞങ്ങൾ നിൽക്കണമെന്ന് വെച്ചാൽ ഒരു നൈസ് പ്ലേസ് ആണ്. നിങ്ങൾ പറ്റുമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളിപ്പോ അകത്തോട്ടൊരു ഏരിയയിലോട്ട് പോയി, രസമുണ്ടായി. ഇവിടെ ഒരു കന്യാസ്ത്രീമണ കിടന്നത്. അപ്പൊ ഞങ്ങൾ നടന്നത് പെട്ടെന്ന് എനിക്ക് ഒരു ലൈറ്റ് പോലെ കണ്ടു. അപ്പൊ മച്ചാനോട് ഞാൻ പറഞ്ഞു, അരുൺബ്രോനോട് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സോ ഞങ്ങളിപ്പോ ഇവിടെ ഉണ്ട്. ഇവിടെ കൊള്ളാം, ഒരു ഏരിയ കൊള്ളാം അല്ലെ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കുറച്ചപ്പോ മേത്തൊക്കെ കുറെ ഉറുമ്പുകളൊക്കെ കയറി വന്നിട്ട് ഞങ്ങൾ ഇവിടെ എണിച്ചതാണ്. അങ്ങനെ സൗണ്ടുകളൊക്കെ കേൾക്കും. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ആണ്. ബ്രോഡ് ലേറ്റ് ഒന്ന് കുറച്ചിട്ടൊന്ന് ഒരു ഫ്ലാഷ് ഇട്ടേക്കാവോ? സമയം 5:34. ഇവിടെ ഫോണിൽ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ മറ്റേ ബാറ്റ്മാനിലെ പരിപാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാറ്റിൻസൺ. മച്ചാന്റെ മെയിൻ സാധനം ആളാണ് പാറ്റിൻസന്റെ മെയിൻ ആളാണ് മച്ചാൻ. ഇൻഷാല്ലാ വല്ലപ്പോഴൊക്കെ പുള്ളിനെ കാണാൻ പറ്റാൻ പടം പിടിക്കാറില്ല. ഇൻഷാല്ലാ പടച്ചോനൊരു തരാണെങ്കിൽ നോക്കാം നമുക്ക്. എനർജി തന്നെ ഭയങ്കര ഫീല് ഉണ്ടല്ലോ അച്ഛനെ. ഉറപ്പാടും. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര നാള് പോയതിനേക്കാളും വ്യത്യാസമാണ്. കുറച്ചുകൂടി പ്യുവറാണ്. ഒരു എനിക്ക് നെഗറ്റീവ് പരിപാടി കിട്ടിയില്ല. എന്നുവെച്ചാൽ ഭയങ്കര പോസിറ്റീവ് പരിപാടി കിട്ടിയാണ്. ഇനിയിപ്പം നമ്മുടെ ഇപ്പൊ ഇത്ര നാളും ഞാൻ പോയ എന്റെ മാറ്റാണെന്ന് അറിയില്ല. മേ ബി ആയിരിക്കുമോ? ടൈമിന്റെ ആണല്ലേ. ഓക്കെ. ഫ്ലാഷൊന്നും കാണില്ല, അങ്ങനെയാണല്ലേ. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി. ഇതിലെടുക്കണോ?